വിശുദ്ധന്മാർക്ക് ഈശോയുടെ നാമത്തിലുള്ള വന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ആമേശ്വരം ഒരു ബഹുമാന്യ അതിഥിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആമേശ്വരം നമുക്കൊരു തിരുവചനം പഠിച്ച് തുടങ്ങാം. ആ ബഹുമാന്യ അതിഥി വരുമ്പോൾ എപ്പോൾ വന്നാലും അവസാനിപ്പിക്കാവുന്ന വളരെ ലളിതമായ, സാധാരണ ഞാൻ ഒരുങ്ങുന്ന പുസ്തകങ്ങളൊന്നും ഇടയ്ക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് അതിഥി എപ്പോൾ വന്നാലും അവസാനിപ്പിക്കാം. എന്നാൽ പ്രതീക്ഷയോടെ നാടാമെന്ന് കഷ്ടപ്പെട്ടു വന്ന് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുകയും ചെയ്യരുത് എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ഞാൻ അങ്ങനെ ബഹുമാനത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതിഥി വരട്ടെ, വരാതിരിക്കട്ടെ, കർത്താവ് വന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്തേ. അതിഥി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ അങ്ങോട്ട് ഇരുന്നാൽ അത് ബുദ്ധിമുട്ടാകും. എല്ലാവരും ഇരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളോട് പറയുന്നു, അതിഥി വരട്ടെ, വരാതെ പോട്ടെ, കർത്താവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആമേശ്വരം നമുക്കായിരിക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം, ആമേശ്വരം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് കർത്താവിനെ സന്തോഷിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും യേശുവിന്റെ മേൽ വിട്ടുകൊള്ളും. ആമേശ്വരം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും ചിന്താകുലങ്ങളും യേശുവിന്റെ മേൽ വിട്ടുകൊള്ളുകയെന്ന് ധന്യനായ പത്രോസ് തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആമേശ്വരം തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞാൽ താൻ ഒന്നുമില്ലാത്ത വളരെ ദരിദ്രനായ മുക്കവ കുടുംബത്തിൽപ്പെട്ട മീൻപിടുത്തക്കാരനായിരുന്നു. ഏറിയ വർഷങ്ങൾ ആ മേഖലയിൽ പ്രാവീണ്യമുണ്ടായിട്ടും അവൻ ഒന്നും ലഭിക്കാതെ നിരാശനായി പൊട്ടിയ വലയും കീറി അവൻ സ്വന്തം സങ്കടപ്പെട്ടിരുന്ന സ്ഥലത്തു നിന്നാണ് യേശു അവനെ വിളിച്ചത്. എന്റെ പിന്നാലെ വരുവാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്ന മുക്കുവനാക്കാം. സ്തോത്രം ചെയ്യുന്നു. ആ വിളിയെ ചോദ്യം ചെയ്യാതെ പറഞ്ഞത് ഗ്രഹിച്ചോ ഗ്രഹിച്ചില്ലേ, രണ്ടായാലും വിളിച്ചത് യേശുവാണല്ലോ. അനുഗമിച്ച പത്രോസിന് ആദ്യമായി തന്നെ അവന്റെ വലയിൽ പെരുത്ത മീൻകൂട്ടം കയറ്റി മറ്റു സഹോദരങ്ങളെ കൂടെ വിളിച്ചുകൂട്ടി വാരിക്കൂട്ടിയിട്ടും തീരാത്ത അതിസമൃദ്ധി കൊടുത്ത ദൈവം അവനെ മനസ്സിലാക്കി കൊടുത്തു. അവൻ കരുതിയതാണ്. അവൻ നിനക്ക് വേണ്ടി തുറന്ന വഴി തുറന്നതാണ്. അവൻ ഒരു ഭക്തന് വേണ്ടി ഒരു വഴി ഒരുക്കിയതാണ്. ഇന്ന് അവനെ വിളിച്ച ദൈവത്തെ വിശ്വസ്തയോടെ അനുഗമിക്കുന്നു. നിന്റെ നിരാശയുടെ വലകൾ നിറച്ചു തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവത്തിൽ രണ്ട് കരങ്ങൾ ചേർത്ത് പാലിച്ച് ദൈവസഭയിൽ അവൻ പറയണം, അവൻ എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടുകയില്ല, അസ്വസ്ഥനാകുകയില്ല എന്ന് നാം പറയേണ്ടതായിരുന്നു. അടുത്തിരിക്കുന്ന ആളുകൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, യേശു നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ഉറക്കെ പറ, വിശ്വാസം കൂടെ കേൾക്കട്ടെ. അവരെ തൊട്ടടുത്തിരിക്കുന്ന നോക്കി പറ, കർത്താവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇപ്പുറത്തോടും പറ, അന്വേഷണത്തോടും പറ, അവൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവൻ സ്വന്തം പറഞ്ഞപ്പോൾ ചെവിയിൽ കേട്ടോ, കേട്ടെങ്കിൽ രണ്ട് കഥകൾ ചേർത്ത് അടിച്ച് സ്വപ്നത്തിലെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ചിലർ വിചാരം നമ്മുടെ വീട്ടിലെ കൊച്ചു പിള്ളേരെ നമ്മുടെ പേരിട്ടാരാ മിക്കവാറും ഫിലിപ്പോസായിരിക്കും അല്ലേ? നമ്മൾ സ്വന്തം അതിലും ചൊല്ലുന്നുണ്ട് ഉണ്ട്. നമ്മുടെ ജോൺചാന്റെ വീട്ടിൽ ഒരു പെങ്കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ ഒരു എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട്, ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട്, അപ്പത്തിന്റെ പീസ് കൊടുത്തിട്ട് മോനെ വൈകിട്ട് പപ്പായ്ക്ക് വേണ്ടി കരുതണമെന്ന് പറഞ്ഞാൽ
അപ്പൻ വരുമ്പോഴത്തേനും പകുതി കൊച്ചിന്റെ വായിലും പകുതി പെരക്കകത്തും പകുതി പുറപ്പിനകത്തും എല്ലാമായി തീർന്നു. അങ്ങനെയുള്ള ഒരു ഞാനൂല് കുഞ്ഞിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കരുതാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ ശക്തനായ ദൈവയുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് നീ ആത്മാർത്ഥമായ സ്വന്തം ചെയ്ത് ആ കരമൊക്കെ നടിച്ച് സ്വന്തം ചെയ്ത് അവന്റെ ദൈവദാസനാണ്. അദ്ദേഹം വളരെ ലോകപ്രസിദ്ധനായ ഒരു ദൈവദാസനായിരുന്നു. വളരെ ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഒരുപാട് ബാധ്യതകളുള്ള ഒരു കുടുംബത്തിലെ ആളാണ്. ഒത്തിരി മെമ്പേഴ്സുള്ള ഒരു കുടുംബത്തിലെ ആളാണ്. സ്വതന്ത്രം ചെയ്യുന്നു. താൻ രക്ഷിക്കപ്പെട്ട് രോഗപ്രാപ്തി. 2 കുഞ്ഞുങ്ങൾ വീട്ടിൽ നിത്യരോഗികളാണ്. വലിയ കടബാധ്യതയുള്ള ഒരു കുടുംബം. സി.ടി. ലൂയിസ് ദൈവകൃപ പ്രാപിച്ച് മുന്നോട്ട് വന്ന സമയം സങ്കടങ്ങളെല്ലാം ഒന്നിച്ചു കയറി കടവും ബാധ്യതയും രോഗവും പൊറുതിയില്ലാത്ത ഒരു സമയം വന്നു. ആ സമയം വന്നപ്പോൾ സി.ടി. ലൂയിസ് പ്രാർത്ഥിക്കാനായി തീരുമാനിച്ചു. ഭവനത്തിൽ എല്ലാവരും ഒത്തിരി ബഹളങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൻ തൊട്ടടുത്തൊരു വനാന്തരത്തിൽ ഒരു പഴയോരത്തിൽ ഒരു പാറപ്പുറത്ത് ശാന്തമായ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിപ്പാനായി താൻ സമയം വേർതിരുന്നു. സ്വതന്ത്രം താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ സ്വതന്ത്രം താൻ പറയും, കർത്താവേ, ഞാൻ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി എന്റെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. കർത്താവേ, ഞാൻ നിന്റെ പൈതലാണ്, ഞാൻ നിന്നിലേക്ക് അടുത്തു വരുന്നതിന്റെ ശക്തിയും നന്മയും ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു, എന്നെ കരുതണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഉടനെ നാം വിചാരിക്കും അനിയന്റെ എക്സാം വരുന്നു, അവൻ ഒരു പേപ്പർ റെഡിയാക്കിയിട്ടില്ല, അവന് പകൽ കൂലിപ്പണിക്ക് പോകുന്നയാളാണ്, രാത്രിയിൽ അവനോടത് പറയണം, നിന്റെ പേപ്പറുകൾ റെഡിയാക്കാൻ പറയണം. അവൻ സ്വതന്ത്രം. പിന്നെ വിഗ്രി വളർത്തുന്ന കോഴികൾ, അവൻ മറ്റാളുകൾ, ഇങ്ങനെയുള്ള പല ചിന്തകൾ തന്റെ മനസ്സിലേക്ക് വരുമ്പോൾ അതിന്റെ എല്ലാം കാര്യങ്ങൾ ഓർത്തോർത്ത് പ്രാർത്ഥിക്കാൻ കഴിയാതെ അവൻ നിരാശനായി തൻ വീട്ടിലേക്ക് മടങ്ങും. അവൻ സ്വതന്ത്രം. ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വീണ്ടും മുട്ടുമടക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് സി.ടി. ലൂയിസിനോട് പറഞ്ഞു, അവൻ സ്വതന്ത്രം, നിന്റെ ആകുല ചിന്തകളും ആമെ ഭാരങ്ങളും ഭാവിയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും ആമെ സ്വതന്ത്രം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്താഗതികളും ആമെ സ്വതന്ത്രം മുറുകെ പറ്റുന്ന ഭാവവും ഭാരങ്ങളും എല്ലാം അവൻ നീ മനഃപൂർവ്വമായി നിന്നിൽ നിന്ന് അകറ്റി നിർത്തി നിന്റെ ചിന്താഭാരങ്ങൾ എന്റെ മേലിട്ടേച്ച് അവൻ നീ സ്വസ്ഥനായിരുന്ന് ജാഗ്രതയോടെ നീ ഒന്ന് പ്രാർത്ഥിക്ക്. ആമേ സ്വതന്ത്രം. ആ ദൈവശബ്ദം കേട്ട് സി.ടി. ലൂയിസ് മനഃപൂർവ്വമായി എല്ലാ ചിന്തകളോടും മുൻപോയി പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അടുത്ത് വരുന്ന പൈശാചിക ചിന്തകളെ പാപ സ്വഭാവങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവൻ താൻ ദൈവത്തോട് പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന മിനിറ്റിലും മണിക്കൂറുകൾ ദിവസങ്ങളായി ആമേൻ സ്വതന്ത്രം. ഏതാണ്ട് ഒരാഴ്ച കാലത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഭവനത്തിലെ രോഗികൾ സൗഖ്യമായി. ആമേൻ സ്വതന്ത്രം. ദാരിദ്ര്യത്തിന് പരിഹാരം വരാൻ തുടങ്ങി, വഴികൾ തുറക്കാൻ തുടങ്ങി, പുറങ്ങൾ തുറക്കാൻ തുടങ്ങി. അനിയന്മാർ നല്ല നിലയിൽ പരീക്ഷകൾ പാസ്സാക്കാൻ തുടങ്ങി. ഭവനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. ആ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം ആ സി.ടി. ലൂയിസിന്റെ കുടുംബത്തെ കിളങ്ങി നിന്നു. വഴികൾ ഓരോന്നായി തുറന്ന് ആ തലമുറ മുഴുവനും കരകയറുന്നത് മാത്രമല്ലോ. സി.ടി. ലൂയിസ് ലോകപ്രസിദ്ധമായ ഒരു പ്രാസംഗികനായി ദൈവത്തിന്റെ കരുതലിനെ പ്രസിദ്ധമാക്കുന്ന ഒരു പ്രസംഗകനായി തീരുമാനത്തോട് ഇടയായി തീർന്നു. ഇന്നോ പകലിലും അവൻ നീ ഇരിക്കുന്നു മഹാരാജാവിന്റെ മുമ്പിൽ ഉടവരക്ഷത്തെ നിന്റെ ഭാരങ്ങൾ എറിഞ്ഞു കളഞ്ഞ് ആകുലത കളഞ്ഞ് അന്യോന്യപ്പെട്ട ചിന്തകൾ പാപസ്വഭാവത്താൽ വിട്ടുകളഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തീരുമാനിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഉടവരക്ഷത്തെ നിന്ദിച്ചവർ കാണേണ്ടത്, ആക്ഷേപിച്ചവർ കാണേണ്ടത്, യാക്കോബ് കാണേണ്ടത്, ഇസ്രായേൽ എന്നേക്കുള്ള ആനന്ദം കൊണ്ടുവരുന്നു. മഹാദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുള്ളത് ഉറപ്പുള്ള ദൈവങ്ങൾ ആയപ്പോൾ അന്യഭാഷയോടെ ആ കരങ്ങളൊക്കെ നടിച്ച് അല്പനേരം ദൈവത്തിന്റെ സ്വന്തം ചെയ്തിട്ട് അവർ നമ്മൾക്കായി കരുതുന്നതിനാൽ നിങ്ങൾ സകല ചിന്തഭാരങ്ങളും ഈ കടങ്ങളുടെ വിട്ടുകൊള്ളുവീൻ. ഉടവരക്ഷത്തെ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനെ വിശ്വസിക്കുന്നു. 24-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം മുതൽ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചത് ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ശരിയാവാം, മാറ്റപ്പെടാം. സ്വതന്ത്രം ചെയ്യും. 24-ാം സങ്കീർത്തനം 7-ാം വാക്യം.
കഥകളെ ഉയർത്തി പണ്ടയുള്ള കഥകളെ യോജിപ്പി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. 27 യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണം. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരവരുളണം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു കാര്യം 24-ാം സങ്കീർത്തനത്തിൽ തന്നെയല്ലേ? 24-ാം സങ്കീർത്തനത്തിൽ തന്നെയല്ലേ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന വാക്യം? ആരെടുത്തു? എത്രാം സങ്കീർത്തനം? 14-ാം സങ്കീർത്തനം. ഓക്കെ, 24 14-ാം സങ്കീർത്തനം 7-ാം വാക്യമാണോ? ഉറക്കെ വായിച്ചേ. സ്വന്തം യാത്ര നിർത്തി വായിച്ച യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ സ്വന്തമാണെന്ന് ഉറപ്പുള്ളവർ സ്വന്തം ചെയ്തേ. യേശുവിന്റെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പുള്ളവർ സ്വന്തം ചെയ്തു. വിശ്വാസം കൂടെ കാണുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെന്ന് ഉറപ്പുള്ളവർ സ്വന്തം ചെയ്തേ. ഉടമലക്ഷത്തിലെ ആമേശ്വരം, നീ ദൈവത്തിന്റെ സ്വന്തമാണെങ്കിൽ, ദൈവം നിന്റെ സ്വന്തമാണെങ്കിൽ, ഇവിടെ വചനം പറയുന്നു തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഉടമലക്ഷത്തിലെ ബുദ്ധിക്കതീതമായി ഞാൻ വിളിച്ചു പറയുന്നു. ആമേശ്വരം തന്റെ ജനമായ ഇസ്രായേലിന് 430 വർഷക്കാലം ശൂന്യമായ മരുഭൂമിയിൽ ആകാശത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത് പാറയിൽ നിന്ന് സ്വത്രം തണുത്ത ജലവും സ്വത്രം പാറയിൽ നിന്ന് തേൻ ഒഴുക്കി തന്റെ ജനത്തെ അവരുടെ ചെരുപ്പ് തേയാതെ, വസ്ത്രം തേയാതെ, ഉന്നതരാരും അവരുടെ ഇടയിൽ ഉണ്ടാകാതെ 430 വർഷം തന്റെ ജനത്തിന് വേണ്ടി ഒരു നേരം മുടങ്ങാതെ സകല നന്മകളും പെയ്യിച്ചു കൊടുത്തതയോ അവന്റെ കൈയെത്താവുന്ന ദൂരത്ത് അവന്റെ ആഗ്രഹമൂർത്തിക്കിറച്ചി കടലിലേക്ക് അതികൂറ്റൻ ഭീകരനായ ലിബ്യാദാന്റെ തല തകർത്ത് വെള്ളത്തിൽ വെച്ച് മെടലുണ്ടാക്കിയ കാളപ്പക്ഷികൾ ആകാശത്ത് പറന്ന് പാളയത്തിൽ കൈയെത്താവുന്ന ദൂരത്ത് പറത്തി നിർത്തി കൊടുക്കുമാറാക്കിയ ദൈവം തന്നെ സേവിക്കുന്നതിന്റെ ജനത്തിന് ഏത് കോവിഡ് കാലം വന്നാലും, ഏത് ദുരന്തങ്ങൾ ലോകത്തുണ്ടായാലും, ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും, ലോകത്തിന് എന്തെല്ലാം സംഭവിച്ചാലും തന്റെ ജനത്തിന് നന്മ പറയാതെ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന കഴിവുള്ള മഹാദൈവം ഇന്നോളം ചിലരുടെ ജീവിതത്തെ തൊടാൻ, ചില കുടുംബങ്ങളിൽ കൈയടത്താൻ, ചില തലമുറയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ടെന്ന് ഉറപ്പുള്ള ദൈവങ്ങൾ മാത്രം രണ്ട് കരങ്ങളിൽ ചേർത്തടിച്ച് ആ മഹാദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കിയവർ ആരാധിക്കുമ്പോൾ ദൈവം ആളുകൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരില്ല, പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ ആരില്ല, ഞങ്ങൾക്ക് ആരില്ല. ഞങ്ങളുടെ അവസ്ഥ ഈ അവസ്ഥയെ ഞങ്ങൾ ഇനി എങ്ങനെയാ ഭാഷത്തൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കും. സ്വോത്രം ഇസ്രായേൽ ഞാൻ ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. സ്വോത്രം കുറച്ചധികം നാളായി ഇറച്ചി തിന്ന്, അപ്പൊ ഇറച്ചിയെ കുറിച്ച് ഒരു കൊതി കയറി. സ്വോത്രം മന്നാതരും അതെന്തായാലും എല്ലാ ദിവസവും വീഴുന്നു. ഇറച്ചി കൂടെ തരുമോ? സ്വോത്രം സ്വാഭാവികമായ ഒരു സംശയമാണ്. സ്വത്രം സാധാരണ കാടപ്പക്ഷി എവിടെയുള്ളത്? കാട്ടിലാണുള്ളത്. കാടപ്പക്ഷി കഥ തുറന്നാൽ നല്ല പ്രാണവായു സ്വത്രം ചെയ്തു. കാടപ്പക്ഷി കാട്ടിലാണുള്ളത്. സ്വത്രം എന്നാൽ കാടപ്പക്ഷി ഇസ്രായേൽ ജനത്തിൽ വന്നത് കാട്ടിൽ നിന്നല്ല, അതിഭീകരന്മാരായ തിമിംഗലത്തിന്റെ ദിവ്യാദാൻ എന്ന് പറയുന്ന സ്വത്രം അതിഭീകരമായിരിക്കുന്ന തിമിംഗലത്തിന്റെ തലയെ തകർത്ത് ഏതാണ്ട് 2 കിലോ 3 കിലോ തൂക്കത്തിൽ ആയിരക്കണക്കിന് പീസുകളാക്കി വെള്ളത്തിൽ വെച്ച് ആ പീസുകൾക്ക് പപ്പും കൂടെയും വരുത്തി സ്വത്രനെ പറക്കുമാറാക്കി. കടലിൽ നിന്ന് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത കാടപ്പക്ഷി കാട്ടിൽ നിന്ന് വരേണ്ട സ്ഥാനത്ത് നിന്ന് കടലിന്റെ അടിയിൽ നിന്ന് പറന്നു വന്ന് ഗതിമാറി കിഴക്കും പടിഞ്ഞാറും പോകാതെ വിശന്നവന് ആഗ്രഹിച്ചവന്റെ കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ പറക്കുന്ന കാട മുന്നോട്ട് പോകുന്നില്ല, പുറകോട്ട് പോകുന്നില്ല. പക്ഷേ അത് പറക്കുകയാണ്. പിടിക്കുന്നവൻ പിടിച്ചെടുത്താൽ ആവശ്യത്തിലധികം സ്വരൂപിക്കാൻ കഴിയുന്ന വിധത്തിൽ ബുദ്ധിഗംഭീരമായ ഒരു പ്രവർത്തന ദൈവം ഇന്നും നിന്റെ കൈമാണ്
അനുഗ്രഹിച്ചു എന്ന് നീ അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞിട്ട് പിടിച്ചേ. യുവാക്കന്മാരെല്ലാം മോനെ സ്വന്തം ലഭിക്കും, സംശയിക്കാതെ കഴിഞ്ഞിരിക്കും. നിന്റെ കൈക്ക് ഇത്ര നിലയോ, നിന്റെ കഴിവും ഇത്രയോ, നിന്റെ ബുദ്ധിയും പണത്തുമല്ല ഇത്രയോ. പക്ഷേ നിനക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ശൂന്യത അനുഭവിക്കുന്ന ചിലരോട് ഞാൻ പറയാ, നിനക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലത് ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. നിന്റെ കയ്യെത്തുന്ന ദൂരത്ത് സ്വന്തം ചെയ്യാൻ ബുദ്ധിയുണ്ടെങ്കിൽ നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലത് ഇങ്ങോട്ട് വന്നേ പറ്റോ. വിശ്വസിക്കുന്നവർ വിളിച്ചു വരുത്തിക്കോ. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തീരുന്നുണ്ട്, ഈ വർഷം തീരുന്നുണ്ട്. നിന്റെ കയ്യെത്തുന്ന ദൂരത്ത് നിനക്ക് വേണ്ടി ചില ബലികൾ എന്റെ ദൈവം ചെയ്യുന്നു. വേദോത്സവത്തിൽ ഒരു ചോദ്യ ഉത്തരവോട് ഒന്നിച്ചെഴുതിയിരുന്നു. സ്വതന്ത്രം ഉത്തരവേദ ശ്രദ്ധിച്ചെന്ന് അറിയുന്നു. സ്വതന്ത്രം ആ ചോദ്യ ഉത്തരവും ഒറ്റവാക്കി. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ട് ഉഴന്നിട്ട് ഉഴലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ? ഷുഗർകാർക്കറിയാം, ഷുഗർ പിടിച്ചവർക്കറിയാം. വിശന്നിട്ട് ഉഴലുക എന്ന് പറഞ്ഞാൽ സാധാരണ വിശപ്പുള്ളവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേരം കഴിച്ചാൽ മതി. ഇടയ്ക്ക് ഒരു യാത്രയോ ബുദ്ധിമുട്ടോ ഒന്നും ആകത്തില്ല. വേണ്ടി വന്ന ഒരു ചായ വെള്ളം പിടിച്ചെത്തിയും. പക്ഷെ ഷുഗർകാരുടെ സ്ഥിതി അതല്ല. കാര്യം പറയാം, എത്ര കാലം കഴിച്ചാലും കഴിച്ച കാര്യം ഓർമ്മയില്ല, പിന്നെയും വിശപ്പ്. സ്വന്തം അതാണ് ഷുഗർകാരുടെ പ്രശ്നം. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ കൈ വിറക്കി കാല് വിറക്കി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, കണ്ണ് കാണത്തില്ല. പിന്നെ പ്രശ്നം വിശന്നിട്ട് ഉഴുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് തീരാൻ പോവോ. സ്വത്രം ചെയ്യുന്നു. അങ്ങനത്തെ ഏതെങ്കിലും പ്രതിസന്ധി അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. കയ്യിലിരിക്കുന്നത് തീർന്നു, ഭവനത്തിലുള്ള തീർന്നു, അക്കൗണ്ടിലുള്ള തീർന്നു. അവൻ സ്വതന്ത്രം സഹിക്കാൻ കഴിയാത്ത മേഖലകളിൽ കഴിഞ്ഞ് സകലം പിന്നെയും മുന്നോട്ട് നീങ്ങുന്ന ദുർബലമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവർക്ക് ഈ ദൂത് മനസ്സിലാകും. അവൻ കാക്കക്കുഞ്ഞുങ്ങൾ വിശന്നിട്ട് ഉഴന്നിട്ട് മരണവായു വലിച്ച് അവൻ തലപോലും നേരെ നിൽക്കാൻ കഴിയാതെ തളർന്ന് കിടന്ന് വല്ലപ്പോഴും ഒരു ശബ്ദം കേൾപ്പിച്ച് ഞരങ്ങുമ്പോൾ അതിന് തീരെത്തിച്ചു കൊടുക്കുന്നത് ആര്? ഉടമയുടെ അവൻ അതിന് തീരെത്തിച്ചു കൊടുക്കുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ്, സ്വർഗ്ഗപിതാവ്. അവൻ വിശന്നുഴന്ന് തളർന്നതിനെ കരുതുന്ന, അവൻ തളർന്നതിനെ കരുതുന്ന, തകർന്നതിനെ കരുതുന്ന, അടിയന്തരമായി നിലവിളിക്കുന്നതിനെ കരുതുന്ന, ദുർബലനെ കരുതുന്ന, അവൻ ആശ്രയമറ്റതിനെ കരുതുന്ന ഒരു മഹാദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്ക്. ചിലർ എത്തിച്ചു തരുമെന്ന് നിന്റെ ജീവിതം നിലനിൽക്ക്, നിന്റെ തലമുറ നിലനിൽക്ക്. ചിലർ എത്തിച്ചു തരുമെന്ന് നീ പലരും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൻ വായ തുറന്ന് തന്നെ അന്യോന്യം സ്വന്തത്തോടെ ആ രണ്ട് കരങ്ങളും അടിച്ചായി ആ രണ്ട് കരവും അടിച്ചേ ദൈവത്തിന് സ്വന്തം അതിന് താരവത്തിന്റെ ദൈവത്തെ ആരാധിക്കുക. നിന്റെ ശരീരം ഏൽപ്പിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ചിന്താഭാരങ്ങൾ അവന്റെ പേരിൽ വിട്ടുകൊള്ളുകയും എന്നാണ് പറയുന്നത്. സ്വതന്ത്രം ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം വായിച്ച് സഹായിച്ച് സ്വതന്ത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വതന്ത്രം ഒരു നിമിഷം അവിടെ നിന്ന് നിറവേറ്റോണേ. പറയുമ്പോൾ വീണ്ടും വായിക്കണം. നിന്റെ ദൈവമായ യഹോവ. ദൈവം എനിക്ക് യേശു ദൈവമായിട്ടുണ്ടെന്ന് എത്ര പേർ ഉറപ്പുണ്ട്? എന്റെ യേശുവിന്റെ ഉള്ളിലുണ്ടെന്ന് എത്ര പേർ ഉറപ്പുണ്ട്? ഇതൊക്കെ സാധാരണ പുതിയ സഭകളിൽ പ്രസംഗിക്കുന്ന രീതിയാണ്. ഉള്ളിൽ യേശു ഉണ്ട്. പക്ഷേ എനിക്കൊരു സംശയം, അതിന്റെ ഉള്ളിൽ യേശു ഉണ്ടോ? സ്വതന്ത്രം ഒരു പോക്കും വരവും രീതിയൊക്കെ കണ്ടിട്ട് തോന്നുന്നില്ല. സ്വതന്ത്രം ചെയ്യുന്നു. അപ്പോൾ യേശു ഉള്ളിലുണ്ട് എന്ന് ഉറപ്പുള്ളവർ വീണ്ടും നിറവേറ്റി സ്വതന്ത്രം ചെയ്തേ. മഴ വരും. ഇന്നലെയൊക്കെ നല്ല കഠിനാധ്വാനം ജോലി ചെയ്തവർക്ക് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. സ്വതന്ത്രം യേശു എൻ ഭക്ഷണമായി തീർന്ന ദീനാർപ്പണം ചെയ്യും. Yeah.
പ്രശ്നമാണ്. നീ അശുദ്ധനും ചള്ളും തൊട്ടും പറയുന്നവനാണെങ്കിൽ ഇതെല്ലാം കേൾക്കാനുള്ള കൃപയെ കിട്ടത്തുള്ളൂ, അനുഭവിക്കാനുള്ള കൃപ കിട്ടത്തുള്ളൂ. പക്ഷെ നീ ഒരു വിശുദ്ധനാണ്. സ്വതന്ത്രം ഇപ്പം ലോക്ക്ഡൗണാണ്, പല രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വന്നവർക്ക് പോകാൻ വയ്യ, അങ്ങനെയുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വതന്ത്രം ചെയ്യുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ചു. കുഞ്ഞുങ്ങൾ മൂത്തത്തിൽ 2 പെൺപിള്ളേർ, 3ാമത് പെൺകൊച്ച. സ്വതന്ത്രം വിളിച്ചു പറഞ്ഞു, മൂത്ത പെണ്ണും ഇളയ മോനും ആമസ്വത്രം ഗൾഫിൽ ഒരുപാട് പേര് ജോലി കളഞ്ഞു പോകുന്ന ഒരവസരം അവർക്ക് വേണ്ടി ഒരുക്കി. അവരോട് ഇത്രയും മോശമായ കാലാവസ്ഥ, റൂള്, 2 ഇഞ്ചക്ഷന്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധി നിൽക്കുമ്പോഴും സ്വതന്ത്രം ചെയ്യുന്നു. ഭക്തന്റെ തലമുറയ്ക്ക് വഴിയുണ്ട്, ഭക്തന്മാരുടെ തലമുറയ്ക്ക് വഴിയുണ്ട്. സ്വതന്ത്രം ഞാൻ ഞങ്ങളുടെ ജോഷുവയെ ഓർത്ത് സ്വതന്ത്രം ചെയ്യുന്നു. ഒരു സാധ്യതയില്ലാത്തടത്തും അവൻ സ്വതന്ത്രം തൽക്കാലം അവന്റെ കടങ്ങളും അവന്റെ വിദ്യാഭ്യാസങ്ങളും അവനായി വരുത്തി വെച്ച ബാധ്യതകളൊക്കെ അവൻ തീർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ സ്വതന്ത്രം അതിനുള്ള വഴി ഈ പ്രതിസന്ധിയുടെ കാലത്തും അവൻ ദൈവം തുറന്നിട്ടുണ്ട്. അവൻ സ്വതന്ത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാക്യം ഇപ്പോൾ ഓർമ്മ വരുന്നു. യഹോവ ഭക്തി, അവൻ യഥാർത്ഥ ഭക്തി ധനവും മാനവും ജീവനും ജീവിതമാർഗവും തുറക്കുന്നതാണ്. യഥാർത്ഥ വിശുദ്ധിയിലുള്ള ആരാധന, യഥാർത്ഥ വചനത്തിൽ ഊന്നിയുള്ള ആരാധന, യഥാർത്ഥ ഭക്തി ധനം വീട്ടിലെത്തിക്കുന്ന വഴിയാണ്, മാനം ഉണ്ടാക്കുന്ന വഴിയാണ്, ജീവിതമാർഗം തുറക്കുന്ന വഴിയാണ്. നിന്റെ കൈകളുടെ അധ്വാനത്തെ അവൻ സഫലമാക്കുന്ന ജനങ്ങൾ മുമ്പിലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവത്തിൽ കണ്ടു കടമ്പോൾ മരിച്ച് വായക്കാരൻ സ്വന്തം ചെയ്തു. ഇപ്പോഴും ഭക്തന്റെ മുമ്പ് നീതിമാനെ സംഭവിക്കാൻ വഴിയുണ്ട്. എത്ര ലോക്ക്ഡൗൺ വന്നാലും നീതിമാന്റെ അപ്പം മുടങ്ങും. ആ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ അവൻ സാധ്യമാണ്. ഈ കൈ കൊണ്ടാണ് ജോലി ചെയ്യുന്നത്, ഈ കൈ കൊണ്ടാണ് ശമ്പളം എണ്ണി മേടിക്കുന്നത്, ഈ കൈ കൊണ്ടാണ് പെൻഷൻ എണ്ണി മേടിക്കുന്നത്. ആരും ഉറങ്ങരുത്. ആവശ്യം കാര്യം പറയുമ്പോൾ തിരിഞ്ഞിരിക്കരുത്. സ്വതന്ത്രം കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യരുത്? തിരിഞ്ഞിരിക്കരുത്. പറഞ്ഞാൽ തിരിയണം, പറയുന്നത് തിരിയണം, മനസ്സിലാക്കാം. സ്വതന്ത്രം ചെയ്യും. അപ്പൊ ഈ കൈ കൊണ്ട് എല്ലാം എണ്ണി മേടിക്കുന്നു കേട്ടോ. സ്വതന്ത്രം നന്മയെല്ലാം എണ്ണി മേടിക്കുന്നു, അനുഭവിക്കുന്നു ഈ കൈ കൊണ്ടല്ലേ. ഭക്ഷണം കഴിക്കുന്നതല്ല ഈ കൈ കൊണ്ടല്ലേ, ഉൾപ്പെടുന്ന കൈകളല്ലേ. സ്വതന്ത്രം ആ കയ്യിൽ സ്വതന്ത്രം ശമ്പളം എണ്ണുമ്പോൾ, പെൻഷൻ എണ്ണുമ്പോൾ സ്വതന്ത്രം ഈ ആഴ്ച മുതൽ ദശാംശം കൃത്യമായിട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് നോക്കിക്ക്. നിന്റെ കുടുംബം എപ്പോൾ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഉടമലക്ഷത്തില് ആകാശത്തിൽ കിളിവാതിലുകൾ പോരാടണം. അവൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് നിന്റെ കൈകളെ സാധ്യമാക്കുന്നു. മഹാദൈവത്തോട് നീ വിശ്വസ്തത പുലർത്തുക. നിന്റെ കയ്യിൽ ഒരിക്കലും നന്മ ഒഴിയത്തില്ല. ഉടമലക്ഷത്തില് നിന്റെ പേഴ്സിൽ നന്മ ഒഴിയത്തില്ല. നിന്റെ അക്കൗണ്ട് ബാലൻസിൽ എപ്പോഴും നന്മ ഉയർന്നു വരുന്നത് ഉറപ്പുള്ളതായി ഞാൻ ദൈവത്തിന് സ്വന്തം ചെയ്യുകയാണ്. അതാക്കി 3 വീട്ടിൽ ചെന്ന് വായിക്കണം. ദൈവത്തെ കളിപ്പിക്കരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എടുക്കുന്നില്ല. അപ്പൊ വാക്യം വായിച്ചേ. അവൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ ഈ മഹാമരുഭൂമിയിൽ, ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? മഹാമരുഭൂമിയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? എല്ലാവരും ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചേ. ഇസ്രായേലിൽ ഇപ്പോൾ എവിടെയാ സഞ്ചരിക്കുന്നത്? മഹാമരുഭൂമിയിൽ. എന്ന് പറഞ്ഞാൽ പ്രേക്ഷ്യങ്കടയിലെ കിറ്റും തീർന്നു, അവൻ സ്വതന്ത്രം എല്ലാ പദ്ധതിയും തീർന്നു, കരുതിയും തീർന്നൊന്നുമില്ല. ഇപ്പോൾ മരുഭൂമിയാണ്, ലോക്ക്ഡൌൺ ആണെന്ന് വിചാരിച്ചു. സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ കൂടെ ഒരു ജനത നടന്നു പോവുകയാണ്. സ്വതന്ത്രം വിശ്വസിക്കാൻ ബുദ്ധി ഉപയോഗിക്കുന്നവർക്കായി സ്വതന്ത്രം ചെയ്യുന്നു. ബുദ്ധി ഉപയോഗിച്ച് വചനം പഠിച്ചിട്ട് അത് ആത്മാവിൽ ഗ്രഹിച്ച് നല്ലൊരു സ്വതന്ത്രം പറഞ്ഞാൽ അത് നിന്റേതായി തീരും. ഈ മഹാമരുഭൂമിയിൽ അവൻ വാക്യം, നീ പൊള്ളുന്ന മരുഭൂമിയിൽ ഒഴിഞ്ഞ പോക്കറ്റുമായി സഞ്ചരിക്കുന്നത് അവൻ അറിയുന്നു. ഈ പകൽ ചില കുടുംബങ്ങളിലൊക്കെ ഞാൻ പറയാം, അനുഭവിക്കുന്ന ശൂന്യതകൾ, അനുഭവിക്കുന്ന ഇല്ലായ്മകൾ, ആരോടും പറയാൻ കഴിയാതെ ഏകടിക്കുന്ന അനുഭവങ്ങൾ അവൻ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ സ്വതന്ത്രം ഉടമലക്ഷത്തില് അവൻ സ്വതന്ത്രം. ഞാൻ ചിലരോട് നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. അവൻ സ്വതന്ത്രം അനുഭവിക്കുന്ന ശൂന്യതകളും അതിന്റെ അതിവേദനകളും അവൻ അതിന്റെ നിരാശബോധങ്ങളും നിന്നേക്കാൾ നല്ലപോലെ അറിയുന്ന ഒരു കർത്താവാണ് എന്നിവരെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചിന്താഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക.
കർത്താവേ. ഇവിടെ ദൈവാക്കന്മാർ അത് പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറയട്ടെ. ആ വാക്യം നമ്മളോട് തീർത്തേരെ സ്വതന്ത്രം ചെയ്യുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു. നിന്നോടുകൂടെ ഇരുന്നു. ഈ 18 മാസം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു. സ്വതന്ത്രം പറയാൻ ധൈര്യമുണ്ടോ? ഈ കഴിഞ്ഞ 18 മാസം ഈ ചൂടേറിയ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പൊള്ളുന്ന അനുഭവത്തിൽ മഹാദൈവം നിന്നോടുകൂടെ ഇരുന്നു. സ്വത്രം ആമേൻ, സ്വതന്ത്രം ആമേൻ. കഴിഞ്ഞ ആമേൻ ശൂന്യമായ മാസങ്ങളിൽ ആമേൻ അത്ഭുതകരമായി ദൈവം നിന്നോടുകൂടെ ഇരുന്നു. ആശ്വാസം വന്നു. ആമേൻ, സ്വതന്ത്രം. ഒരുപാട് ഞെരുക്കങ്ങൾ വന്നുവെങ്കിലും ആമേൻ, സ്വതന്ത്രം. പ്രാണനെ കരുതി, തലമുറയെ കരുതി, ആശ്വാസം കരുതി നടത്തുന്ന മഹാദൈവം നിന്നോടുകൂടെ ഇരുന്നു. ഇന്ന് വരെ എത്ര പേർ ഉറപ്പുണ്ട്? ആമേൻ, കർത്താവ് എന്നോടുകൂടെ ഇരുന്നു എന്ന് ഉറപ്പുള്ളവർ ആമേൻ. എന്റെ ഗമനത്തോടുകൂടെ, ആഗമനത്തോടുകൂടെ, യാത്രയോടുകൂടെ, വാഹനയാത്രയിൽ ആമേൻ, കോവിഡ് പിടിക്കാതെ, ന്യൂമോണിയ പിടിക്കാതെ, ശ്വാസമുട്ട് പിടിക്കാതെ, മരണമൂലം കേട് പിടിക്കാതെ എന്റെ ദൈവം ഈ ശൂന്യമായ മരുഭൂമിയിൽ എന്നോടുകൂടെ ഇരുന്നു. അനേകം നല്ല ഭക്തന്മാരുണ്ട്. വിശ്വസിക്കുകയും സ്വന്തം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിൻ്റെതാക്കി വാക്യം നിനക്ക് യാതൊരു ബുദ്ധി വന്നിട്ടില്ല. മകന്റെ യാതൊരു ബുദ്ധിമുട്ടും. എത്രയോ ഉന്നതന്മാർ ബുദ്ധിമുട്ടി എന്നല്ല, എന്നേക്കുമായി തീർന്നു. നിനക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ പട്ടിണി വന്ന് കാണും, 2 ദിവസത്തെ ബുദ്ധിമുട്ട് വന്ന് കാണും, ചില ദിവസങ്ങളിൽ ജോലി കിട്ടിയില്ല എന്ന് വന്ന് കാണും. എന്നാൽ ഇപ്പോഴും നീ ജീവനോടെ ഉണ്ട്, പ്രാണനുണ്ട്. സ്വത്രം. വിശന്ന് മരിച്ചു പോകാൻ അവൻ അനുവദിച്ചില്ല. സ്വതന്ത്രം ചെയ്യുന്നു. ഇല്ലായ്മകളെല്ലാം കൂടെ കയറി വന്ന പുറകിലിരിക്കുന്ന ആ സിസ്റ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി, മഞ്ഞ ഉടുപ്പിട്ട സിസ്റ്ററെ. ഇല്ലായ്മകളെല്ലാം കൂടെ കയറി വന്നാലും ആമേൻ, സ്വതന്ത്രം. ആമേൻ, സഹോദരിയും നിന്റെ കുഞ്ഞിനെയും മക്കളെയും ആമേൻ, പ്രിയ അമ്മയെയും ആ ഭർത്താവിനെയും കരുതി നടത്തി ഇതുവരെ കാത്ത് പരിപാലിച്ച ഒരു ദൈവം. മകളെ ദുഃഖിക്കരുത്. മേലാലും ആമേൻ, നിന്റെ ഭാരം ആമേൻ ഇട്ടുകൊള്ളുക. അതിശ്രേഷ്ഠമായി നിന്നെ പുറത്ത് അവൻ പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഞാൻ വ്യക്തികളെ ദൂത് പറയുന്നു. ആകുലപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്, ഭാരപ്പെട്ടു പോകരുത്. നിന്റെ ചിന്താഭാരങ്ങൾ അവന്റെ ഇട്ടുകൊള്ളുക. അവൻ നിന്നെ പുറത്ത് നീതിമാൻ, വിശുദ്ധൻ, അഭിഷേകമുള്ളവൻ, കുടിയിരിക്കുന്നവൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ നീതിമാൻ കുലുങ്ങി പോകാനാണ് ഒരുപാട് സമ്മതിക്കുന്നത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെ പറഞ്ഞു എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഒത്തിരി കണക്റ്റഡ് വാക്കുകൾ. നീതിമാൻ, വിശുദ്ധൻ, അഭിഷേകമുള്ളവൻ, വൃതൻ, പ്രാർത്ഥിക്കുന്നവൻ. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നോടാ പറയും. മനസ്സിലാത്ത ചെയ്യും. ഇതിനകത്ത് മെമ്പർഷിപ്പ് കൊണ്ടുപോയൊരു കാര്യമില്ല. അത് ഞാൻ എല്ലാവരോടും പറയും. മെമ്പർഷിപ്പ് കൊണ്ടുപോയൊരു കാര്യം, മെമ്പർഷിപ്പ് കൊണ്ട് നമുക്കിപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ ജീവിത വിശുദ്ധി സൂക്ഷിച്ച് പ്രമാണത്തിൽ നിന്നുകൊണ്ട്, പ്രമാണം ഞാൻ എപ്പോഴും പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നമ്മുടെ പ്രമാണം. സ്വതന്ത്രം. ഇതാണ് നമ്മുടെ പ്രമാണം. ഈ പ്രമാണത്തിൽ ഊന്നി നിന്നുകൊണ്ട് വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന, ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന, അഭിഷേകത്തിന് വേണ്ടി യാഗിക്കുന്ന, മരിച്ചാൽ വിട്ടുപിരിഞ്ഞാൽ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഉറപ്പുള്ളതൊന്നും സ്വതന്ത്രിനെ. അതാണ് കാര്യം. വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടി ഇരിക്കുന്ന ഉറപ്പുള്ള ഭക്തന്മാർ. ആമേശ്വരം. അവന്റെ കുഞ്ഞുങ്ങൾ. ഞാൻ ചിലരോട് ഇന്ന് ഒരു അഡീഷണൽ ദൂത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലരോട് ദിവാകം പറയുന്നു. ചിലരുടെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത കയറി മിഞ്ഞി പറഞ്ഞു പോയി. എന്റെ കുഞ്ഞുങ്ങളെ യോഗ്യമായ മേഖലകളിൽ എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ കടന്നു പോകുമോ, ഞാൻ ഇല്ലാതായി പോകുമോ എന്ന് ചിന്തിച്ചവർ ഇതിനകത്ത് പോകും. ഒന്നുകൂടെ പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ഒരു യോഗ്യമായ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പേ ഞാൻ കടന്നു പോകുമോ എന്ന് ഭാരപ്പെട്ട ഒരു ജീവിതങ്ങൾ കൂടുതൽ ജീവിതങ്ങൾ ഇതിനകത്ത് പോകും. സ്വതന്ത്രം ചെയ്യും. ശത്രു അങ്ങനെയുള്ള ചില മേഖലകൾ കാണിച്ച് ഭാരപ്പെടുത്തി, അസ്വസ്ഥപ്പെടുത്തി, ഉടമന ലക്ഷണത്തില് ഇന്ന് കാലം ആ ദുഷ്ട പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ആ മരണങ്ങളെ ദുഷ്ട പിശാചേ എന്റെ വിശ്വാസികളെ കണ്ടുപോകരുത്, വീടുകളിൽ പ്രവേശിക്കരുത്. ഞാൻ നിന്നോട് അമർച്ചയായി കൽപ്പിക്കുന്നു. ഉടമന ലക്ഷണത്തില് അങ്ങനെയുള്ള ദൂത് പറയുന്നു. ദീർഘായുസ്സ് നൽകിക്കൊണ്ട് ഞാൻ നിന്നെ
പല ആളുകൾ. അതിലൊരാളാണ് ആ മഞ്ഞ ഉൾപ്പെട്ട സ്വതന്ത്രം. ആ ചിന്തയുടെ അസ്ഥാനത്താണ് സ്വതന്ത്രം എന്ന് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു. സ്വതന്ത്രം ചെയ്യും, സ്വതന്ത്രം ചെയ്യും. ഓ ജീസസ് സ്വതന്ത്രം ചെയ്യുന്നു, സ്വതന്ത്രം ചെയ്യുന്നു. ആകുലത ചിന്തകൾ, അസ്വസ്ഥമായ ചിന്തകൾ സ്വതന്ത്രം ചെയ്യുന്നു. ഭാരപ്പെടുത്തുന്ന ചില അമിത ഭാരം കയറ്റി വെക്കുന്ന അനുഭവങ്ങൾ, ആവശ്യത്തിന് മനസ്സിനെ കലക്കുന്ന ചില അനുഭവങ്ങളൊക്കെ വൈശാസിക മേഖലകൾ ഉരുത്തിരിയുമ്പോൾ C.T. ലൂയിസ് ചെയ്തതുപോലെ ആ ചിന്തകളെ നീ ശാസിച്ചമർത്തി ഏകാഗ്ര ഹൃദയത്തോടെ ആ ദൈവപാദയുടെ അടുത്ത് വരുമെങ്കിൽ അവന്റെ ബലമുള്ള കൈകീഴിൽ താഴുമെങ്കിൽ, അവന്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തുമെങ്കിൽ, അവൻ നീ ഉപവസിക്കാൻ തയ്യാറാകുമെങ്കിൽ, നീ ഭക്തിയിലും വിശുദ്ധിയിലും മുതിർന്നു വരുമെങ്കിൽ, ആലയപ്രിയനായി ആരാധനപ്രിയനായി നീ മാറുമെങ്കിൽ, അവയെ സ്വതന്ത്രം ചെയ്യുന്നു. അവൻ നിനക്കായി കരുതുന്ന കരുതലുകൾ ലോകം അറിയാതെ, നിന്റെ ബന്ധുക്കൾ അറിയാത്ത, സ്വന്തക്കാർ അറിയാത്ത, അവൻ സ്വന്തം ആരും തിരിച്ചറിയാത്ത അവൻ മേഖലകളിലൂടെ അവൻ അതിശ്രേഷ്ഠമായി നിന്നെ നടത്തി. അവൻ തിരുവചനത്തിൽ പറയുപോലെ അവൻ സ്വന്തം നീയുണ്ടോ പ്രവാചക ഗണത്തിലെന്ന് ചോദിക്കുമാറ്, നീയുണ്ടോ അവൻ സർക്കാർ ജോലിയുടെ മേഖലകളിൽ ചോദിക്കുമാറ്, നീയുണ്ടോ അനുഗ്രഹത്തിന്റെ മേഖലകളിൽ ചോദിക്കുമാറ്. വളരെ വ്യക്തമായ ഒരു ദൈവ പ്രവൃത്തി അയച്ചു തരാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഉറപ്പുള്ള ദൈവങ്ങൾ യുവാക്കൾ ജോലിയോ രണ്ട് കരങ്ങളും ചേർത്ത് കാണിച്ച് ഇനി അതീതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഒന്നാം വാക്യങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 121 സങ്കീർത്തനം 1-ാം വാക്യം വായിച്ച് സഹായിക്കാം. 121:3. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഒന്നുകൂടെ നിന്നെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. കാൽ വഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആരെങ്കിലും എന്നെ ഒറ്റപ്പെടുത്താതെ ആരെങ്കിലും ഒന്ന് സഹായിച്ച് കാൽ വഴുതുക എന്ന് പറഞ്ഞാൽ എന്തോ വിചാരിക്കും? തെറ്റി വീഴുക. സ്വതന്ത്രം. ഞങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പം ആരും വരാത്തോണ്ട് അറിയാത്ത അതെല്ലാം ഭാര്യ പഠിച്ച് ഞങ്ങളുടെ അടുത്ത് ഒരു അനാഥപ്പെട്ടി ഉണ്ടായിരുന്നു. എങ്ങനെ അങ്ങേരങ്ങ് വർദ്ധിച്ചു വരികയും 5-6 പേര് ഞങ്ങളങ്ങോട്ട് വരും. ഞങ്ങളങ്ങോട്ട് വരുമ്പം ഞാൻ അവിടെ നിന്ന് ചുമയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി, എല്ലാം കൂടെ കൂട്ടപ്പാകാനുണ്ടാവും. ഓടി വന്ന് ഞങ്ങളുടെ വാതിൽ പിന്നെ തിരിയണം. ആ ഓട്ടത്തിൽ തിരിയുമ്പോൾ എല്ലാം കൊടുക്കുന്നു വീഴും. എന്ത് രസമാണ് സ്വസ്ഥം. അപ്പൊ അത് കാണാൻ വേണ്ടി തന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കൈ എല്ലാം കൂടെ തിരുതരുന്ന 5-6 പോയി വളം തിരിയുമ്പോൾ എല്ലാം അവിടെ വീഴും. പായല്ല. ഇപ്പൊ ഞാൻ അവിടെ ക്രമീകരണം ചെയ്തു. കാരണം അവിടെ വലിയ പട്ടി മാത്രമല്ലല്ലോ, മനുഷ്യരും വരുന്നതല്ലേ. ഞാൻ ഇച്ചിരി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വൃത്തിയാക്കിയിരിക്കുക. സ്വതന്ത്രം. എന്തായാലും തെങ്ങുള്ള സ്ഥലത്ത് പെട്ടെന്ന് തിരിയാതിരിക്കുന്ന ബുദ്ധിയാണ് സ്വതന്ത്രം. അപ്പോൾ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിതയാത്രയിൽ നീ മുന്നോട്ട് പോകുമ്പോൾ, നിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി നീ മുന്നോട്ട് പോകുമ്പോൾ അറിയാത്ത ചില മേഖലകളിൽ വഴുതി വീഴുവാൻ, തലയടിച്ചു വീഴുവാൻ, ലക്ഷ്യപ്രാപ്തി പ്രാപിക്കാൻ അനുവദിക്കില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളും അവന്റെ വ്യാപാര ശക്തികളെയും അതിജീവിച്ചുകൊണ്ട് അവൻ മുന്നേറുവാൻ വിടുകയില്ലെന്ന് ഒരുപോലെ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികളുടെ അവൻ പ്ലാനിങ് നിന്നിൽ നിവൃത്തിയാകാതെ അവൻ ഏത് പ്രതിസന്ധിയിലും, ഏത് വഴുക്കലിലും, ഏത് കുത്താം കൂരിപ്പിലും, ഏത് കുത്തറക്കത്തിലും നിന്നെ നേരെ നിർത്തി മുന്നോട്ട് നടത്തി നീ ആഗ്രഹിച്ച ദൈവത്തിൽ നിന്ന് എത്തിച്ച് നിന്നാലുള്ള ദൈവപ്രവൃത്തി നടത്തി ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക നിയോഗങ്ങൾ നിന്നിൽ നിവർത്തിച്ചെടുക്കാൻ ശക്തനായ ഒരു ദൈവമാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉള്ളിൽ ആ ദിവസം വരെ എന്നെ കാക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഓർമ്മയോടെ മാത്രം രണ്ട് കരങ്ങൾ ചേർത്ത് കളിച്ച് ദൈവത്തിന് സ്വതന്ത്രം ചെയ്യുന്നു. ആമേശ്വരം. ദൈവത്തിന്റെ പരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേശ്വരം. ആരോ ഒരു ചിന്തയിൽ പറഞ്ഞതുപോലെ ആമേശ്വരം വചനം തീരുന്നില്ല, ആലോചനകൾ തീരുന്നില്ല. കാരണം ദൈവം തീരുന്നില്ല. അതാണ് ഒരു ഭക്തൻ പറഞ്ഞ വാക്കുകൾ ഞാൻ അവസാനം. ഒരു ഭക്തൻ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. അവന് അതിന്റെ ആഴങ്ങൾ,
അതിന്റെ നീളം, അതിന്റെ ജ്ഞാനം, അതിന്റെ മഹാത്മ്യം ഗ്രഹിക്കാൻ പറ്റാതെ അവസാനം അവൻ പറഞ്ഞു, മഹാസമുദ്രത്തിലെ ജലം മുഴുവൻ മഷിയാക്കി, ഭൂമിയിലുള്ള മരക്കമ്പുകൾ മുഴുവനും കൂർപ്പിച്ചത് പേനയാക്കി, ആകാശം മുഴുവനും പേപ്പറുകളായി കീറിയടക്കി, യേശുവിനെ കുറിച്ച് എഴുതിയാൽ, കരുതലിനെ കുറിച്ച് എഴുതിയാൽ, ദൈവസ്നേഹത്തെ കുറിച്ച് എഴുതിയാൽ, ദൈവത്തിന്റെ നന്ദിയെ കുറിച്ച്, മഹത്വത്തെ കുറിച്ച് എഴുതിയാൽ, അതിന് ഈ സമുദ്രത്തിലെ വെള്ളം മഷിയാക്കിയാലും മതിയാകിയില്ല എന്ന് ആമേശ്വത്രം നാവെ ഒരു ഭക്തൻ പറയുവാനിടയായി. ആ ദൈവത്തെയാണ് നമ്മൾ 40 മിനിറ്റ് കൊണ്ട് അല്ലെ 45 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. നമ്മുടെ നമ്മൾ ഓർക്കേണ്ടതാണ്.